സദഖല്ലാഹു മൗലാനൽ അദീം. ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് സുൽത്താൻ പ്രസിഡന്റ് അബ്ദുൽ സഖാഫി, സക്കരിയ ഫൈസി ഉസ്താദ് മൊയ്‌ൻ തങ്ങളും, തോക്ക സഖാഫി, ഉമർ മദനി തുടങ്ങിയ പണ്ഡിതന്മാർ, ഉമറാക്കൾ, നേതാക്കൾ, പ്രസ്ഥാന നേതാക്കൾ, പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംഗമം നമ്മിൽ നിന്നിട്ട് അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. ഇതിൽ ഇരിക്കുന്നതും ഇവിടെ നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി അല്ലാഹു നമുക്ക് പരലോകത്തിൽ മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് നൗഫൽ സഖാഫി വേണമെന്നത് പോലെ സംസാരിക്കാനുണ്ട്. വേദിയിൽ ഒരുപാട് ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ 1-2 വാക്കുകൾ മാത്രം ഞാൻ ഉണർത്തി എൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവർ, 31ാമത് സാഹിത്യോത്സവം, മഞ്ചേശ്വര ഡിവിഷൻ്റെ സാഹിത്യോത്സവമാണ് നടക്കുന്നത്. നാളെയും മറ്റന്നാളും നടക്കുന്ന മഹത്തായ പരിപാടി, അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന നമ്മുടെ ആത്മീയ മജ്‌ലിസ്, ഒന്നരായ ഖുറത്തു സാദാത്ത് ഫസലുക്കോയ തങ്ങൾ അവരുടെ അനുസ്മരണം, എല്ലാം കൊണ്ട് ഒരു ആത്മീയത നിറഞ്ഞ ഒരു മജ്‌ലിസാണ്. അള്ളാഹു അതിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ ഖൽബ് അള്ളാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്‌ലിസ് മഹ്ദറത്തുൽ ബദരിയുടെ മജ്‌ലിസാണ് നടന്നത്. പ്രസ്ഥാന കുടുംബത്തിലെ എല്ലാ യൂണിറ്റുകളിലും എല്ലാ മാസവും ഇത് നടക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നടത്തണം. നമ്മുടെ വലിയ നേതൃത്വം നമ്മോട് ഉപദേശിച്ചതാണ്. നമുക്കത് വലിയൊരു കാവലാണ്. ലോകത്ത് ആത്മീയതയുടെ ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഈ കാലത്ത് നമുക്ക് ഏറെ ആത്മീയത നൽകുന്ന ഒരു മജ്‌ലിസ്, അത് ബദരീങ്ങളുടെ പേര് പറയുന്ന മജ്‌ലിസാണ്. ബദരീങ്ങൾ അത്ര സ്ഥാനമുള്ള, സ്വഹാബത്തിൻ്റെ അത്ര സ്ഥാനമുള്ള ലോകത്ത് ഒരൊറ്റ വലിയും ഔലിയാവുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കുതുബിന് മഹാന്മാരായ സ്വഹാബത്തിൽ നിന്നിട്ട് താണ ദർജയിൽ നിൽക്കുന്ന വഹ്ശിയുടെ അത്ര സ്ഥാനം പോലും ഇല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ നേരിട്ട് കണ്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മഹത്വം അവർക്ക് ലഭിക്കുന്നു സ്വഹാബത്തിൽ. ആ സ്വഹാബത്തിൽ പ്രമുഖരായ ആൾക്കാരാണ് ബദരീങ്ങൾ. ഈ പരിശുദ്ധമായ ദീനിന്റെ അടിത്തറ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി കാരണക്കാരാണ് ബദരീങ്ങൾ. ഖിയാമത്ത് നാൾ വരെ അവരുടെ പേരുകൾ വായിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും വലിയ പുണ്യമുള്ളതാണ്. മഹത്തായ ഇബാദത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ളതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നേതൃത്വം നമുക്ക് പഠിപ്പിച്ച മഹ്ദറത്തുൽ ബദരിയയുടെ ഒരു ആത്മീയ മജ്‌ലിസാണ് ഇവിടെ നടന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കബൂലാക്കി തരുമാറാകട്ടെ. അതോടുകൂടി ഖുറത്തു സാദാത്ത് സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ അവരുടെ ഒരു അനുസ്മരണം കൂടിയാണ്. ബർക്കത്തിന് വേണ്ടി മാത്രം 1-2 കാര്യങ്ങൾ ഞാൻ ഉണർത്തുന്നു. തങ്ങളുടെ കറാമത്തുകളും ബഹുമാനങ്ങളും ഈ സ്റ്റേജിൽ വേദിയിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സദസ്സിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയാനുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരവരുടെ അനുഭവങ്ങൾ ഒരു ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് കാണിച്ചു തന്ന ആ മഹത്തായ തങ്ങളുടെ ആ അനുഭവം ഒരുപാട് സാധാരണക്കാർക്ക് പറയാനുണ്ടാകും. നാം കണ്ട നേതൃത്വത്തിൽ വെച്ച് ഏറ്റവും വിശേഷണമുള്ള 3 കാര്യങ്ങൾ തങ്ങളിലുണ്ട്.
ഒന്ന്, സത്യമല്ലാത്ത ഒരൊറ്റ കാര്യത്തിൽ ഇടപെടുകയില്ല. മറ്റൊന്നൊരു വിഷയത്തിൽ അസ്മ് ചെയ്താൽ, ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് മലമറിഞ്ഞാലും അതിനുള്ള മാറ്റമില്ല. അത് കഴിഞ്ഞാൽ അല്ലാഹുവിലുള്ള തവക്കുൽ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഒരു വിഷയം ചെയ്യണം എന്നുള്ള ആ മനക്കരുത്ത്, ഉറപ്പ്, ആ തീരുമാനത്തിൽ എത്തിയാൽ പിന്നെ അതിൽ ചെയ്യലെന്നെ. ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ച് ചെയ്യലെന്നെ. മറ്റൊരു കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. എൻ്റെ പ്രിയപ്പെട്ട ഇരിക്കുന്ന സുഹൃത്തുക്കളെ, അത് ഒറ്റക്കാണെങ്കിലും ആ കാര്യം ധൈര്യത്തോടുകൂടി നേരിടാൻ വേണ്ടിയുള്ള മനക്കരുത്തുള്ള ഒരാള് ഈ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല എന്നുള്ള വാസ്തവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഇത് എവിടെ നിന്ന് കിട്ടി? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പോർക്കളത്തിൽ വെച്ച് ശത്രുക്കൾ വാളും കുന്തവുമായി എല്ലാവരും ചുറ്റുഭാഗത്ത് അവർ പൊതിഞ്ഞു. അമ്പുകളുടെ മയകൾ തുറതുറ ഇങ്ങനെ വന്നും കൊണ്ടേയിരിക്കുന്നു. മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്നുള്ള ഇരിക്കുന്ന വിളംബരം നടക്കുന്നു, വാർത്തകൾ പരക്കുന്നു. ഇതിന്റെ നടുവിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് ധൈര്യത്തോടുകൂടി പറഞ്ഞ ഒരു വാക്കുണ്ട്, അന നബിയുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ ഏതൊരു കാര്യമാണോ തുടങ്ങി വെച്ചത്, ഞാൻ ഏതൊരു ദൗത്യത്തിനാണോ വന്നത്, ആ ദൗത്യത്തിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിന്നും കൊണ്ട് പറയുന്നു, എൻ്റെ ആശയം, എൻ്റെ ആദർശം, എൻ്റെ പ്രവാചകത്വം ഞാൻ ഇവിടെ പണയം വെക്കുന്നില്ല. ഞാൻ നബി തന്നെയാണ്, ഞാൻ പ്രവാചകൻ തന്നെയാണ്. നിങ്ങളെ വാളും കുന്തവും പേടിച്ച് ഞാൻ എന്തെങ്കിലും മാറ്റി പറയാൻ ഞാൻ പോകുന്നില്ല. അന നബിയുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. ധൈര്യത്തോടുകൂടി വലൗ കാന വഹദി എന്നുള്ള ആശയം വരുന്ന നിലയിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, ഇതേ ഒരു ആശയം, ഇതേ ഒരു വാചകം തൻ്റെ ഉസ്താദന്മാരിൽ നിന്നിട്ട് പഠിച്ചതും പകർത്തിയതും താൻ പ്രവർത്തിച്ചതുമായ ആശയത്തിനും ആദർശത്തിനും ചെറിയ ഒരു പോരൽ ഏൽക്കുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാ പദവികളും വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് വന്ന താജുൽ ഉലമ. താജുൽ ഉലമന്റെ കൂടെ പിന്നിൽ അണിനിറന്ന അനുയായികളെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ കുറെ ആൾക്കാർ എൻ്റെ പിന്നിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതല്ല. ഞാൻ എൻ്റെ പ്രസ്ഥാനം, എൻ്റെ ആശയാദർശം അത് ഒറ്റക്കെട്ടാണെങ്കിലും വലൗ കാന വഹദി, ഞാൻ ഒരുത്തനാണെങ്കിലും അത് നേരിടുമെന്ന് പറഞ്ഞ മഹാനായ താജുൽ ഉലമ. സഖാഫി എത്തി, ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ സഖാഫി സംസാരിക്കും. ആ ധൈര്യത്തോടുകൂടി പറഞ്ഞ വലൗക്കാന വഹദി, ഞാൻ ഒറ്റക്കാണെങ്കിലും ഇത് നിലനിൽപ്പോ ഇതിന് വേണ്ടി പ്രവർത്തിക്കും, നേതൃ പോരാടുകയും ചെയ്യുമെന്ന് പറഞ്ഞ താജുൽ ഉലമ. ആ താജുൽ ഉലമന്റെ മകനാണ്. സിംഹത്തിൻ്റെ മകൻ സിംഹം തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഞാൻ നീട്ടുന്നില്ല, നിർത്തുന്നു. ഇവിടെ പെരുന്നാളായി, മാസം കണ്ട് പെരുന്നാളായി പ്രഖ്യാപിക്കപ്പെട്ടു. ഉടുപ്പിയിലെ പെരുന്നാളാ, മംഗലാപുരത്ത് പെരുന്നാളാ, പല ഭാഗത്തും പെരുന്നാളായി പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ തങ്ങൾ മാസം കണ്ടതായി പ്രഖ്യാപിച്ചില്ല. പെരുന്നാളല്ല, നാളെ നോമ്പ് തന്നെയാണ്. പസിൽ കോയമ്മ തങ്ങൾ, ഉള്ളാളങ്കാൾ, നമ്മളെല്ലാവരുടെ ആത്മീയ നേതൃത്വം. പലരും പറഞ്ഞു ഒന്നിനും അങ്ങ് കുലുങ്ങിയില്ല. ഒറ്റക്കെട്ട് ഒരേ ഒരു സംസാരത്തിൽ നിന്നു. ഞാൻ പെരുന്നാളായി പ്രഖ്യാപിച്ചില്ല.
ആരോ തബ്ലീഗിൻ്റെ ആൾക്കാർ കണ്ടതുകൊണ്ട് ആയിരിക്കാം, ആര് കണ്ടതാണ്, അത് എൻ്റെ മുന്നിൽ വന്നിട്ട് പറയാതെ ഞാൻ അതിനില്ല. ഈ വിഷയം സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറ ചർച്ച ചെയ്തു. അന്ന് നമ്മുടെ വന്യരായ നേതൃത്വം ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, അള്ളാഹു അവരുടെ പദവി ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവരുടെ ഭാഗത്ത് പെരുന്നാളായിരുന്നു. തങ്ങൾ പെരുന്നാളാക്കിയിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ചർച്ച ചെയ്യപ്പെട്ടു. തങ്ങളതും ശരിയാണ്, ഇബ്രാഹിം ഉസ്താദിൻ്റെ ശരിയാണെന്ന് വെച്ചു. പണ്ഡിതന്മാർ ശരിവെച്ച കാര്യം കുലുങ്ങിയില്ല. നമുക്കറിയാം, നമ്മുടെ കേന്ദ്രത്തിൽ ആ കലങ്ങി മറിഞ്ഞ കാര്യങ്ങൾ നടക്കുമ്പോഴും രാഷ്ട്രീയക്കാർ ഇടപെട്ടു, വലിയ നേതൃത്വം ഇടപെട്ടു. ആര് ഇടപെട്ടിട്ടും കുടുങ്ങിയില്ല. മദനീസിൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ ഇടപെടുന്നവരുടെ കൂട്ടത്തിൽ ഒരു കാര്യമായി എനിക്കും പലപ്പോഴും തങ്ങളെടുത്തും കമ്മിറ്റിൻ്റെ അടുത്തും പോകാൻ വേണ്ടി സമയം കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും തങ്ങൾ പറഞ്ഞ വാക്കാണ് അവസാനം വരെ ഒരൊറ്റ വാക്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാതെ മാറ്റം അതിലേക്ക് തങ്ങൾ പറഞ്ഞതുപോലെ ആ കാര്യങ്ങളെല്ലാം ഇവിടെ പുലർന്നു സന്തോഷകരമായി. നമുക്കറിയാമല്ലോ, ഉള്ളാളത്തേക്ക് തങ്ങളുടെ ജനാസ എത്തിയ സമയത്ത് അവിടെ തടിച്ചുകൂടിയ ആൾക്കാർ അതേ മുമ്പത്തെ ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ എന്നെ കമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ കടക്കൂല, കമ്പൗണ്ടിന്റെ ഉള്ളിൽ നടക്കുന്ന പരിപാടിക്ക് എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് തങ്ങള് ആ നിലപാടിൽ ഉറച്ചു നിന്നു. തൻ്റെ ആ ഉദ്ദേശങ്ങളും താൻ തീരുമാനിച്ചത് പൂർത്തിയായതിൻ്റെ ശേഷം അതിൽ പോയി എല്ലാ നേതൃത്വം നൽകി. തങ്ങളുടെ ജനാസ വരെ അവിടെ പോയി ആയിരക്കണക്കായ ആൾക്കാർ അവിടെ തടിച്ചുകൂടി. എന്തോ ഒരു ഭാഗ്യക്കാരനാണ്, എന്തോ ഒരു നേതൃത്വമാണ്. ഏത് നേതൃത്വത്തിനാണ് ഇത്ര വലിയ അസുമും തവക്കലും ഉള്ളത്? എൻ്റെ പ്രിയപ്പെട്ട ഇരിക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ നീട്ടുന്നില്ല. നൗഫൽ സക്കാഫി ഉസ്താദ് നമുക്ക് വേണം പോലെ പറയും, പല ഉസ്താദന്മാരും ഇവിടെ പറയാനുണ്ട്. തങ്ങളുടെ നമ്മിൽ നിന്ന് നമ്മുടെ പല നാട്ടിൻ്റെയും കാളിയാറായിരുന്നു. പലപ്പോഴും ഒരു കാളി എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു സ്ഥാനത്തിരിക്കുന്നില്ല. ഒരു ജമാഅത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് ഫോൺ ചെയ്താൽ ഉടനെ പറയും, ഞാൻ മറ്റൊന്ന് വെള്ളിയാഴ്ച അവിടെ വരാം, എല്ലാവരെയും വരാൻ വേണ്ടി പറയണമെന്ന്. എന്നിട്ട് വന്നിട്ട് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ചിലപ്പോൾ തമാശയിലൂടെ, തങ്ങളുടെ തമാശയാണെങ്കിലും അത് അവിടേക്ക് പറ്റിയ കാര്യങ്ങളാണ്. ഇതിൻ്റെ നമ്മളുടെ അടുത്ത ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടായി. അവിടെയുള്ള ഉസ്താദന്മാർ കുറേ കാലമായി ഉസ്താദന്മാരെ വിടണോ, നാട്ടിൽ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഭിന്നത ഒരു തർക്കമുണ്ടായി. അപ്പോൾ തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വരാം, വെള്ളിയാഴ്ച ഞാൻ വരാമെന്ന് പറഞ്ഞു. തങ്ങൾ വന്നിട്ട് എല്ലാവരുടെ എന്തേ ഉസ്താദന്മാർ പോകുന്ന സമയത്തെല്ലാം പോവും, ഇപ്പോഴെന്തും പ്രശ്നമില്ലല്ലോ. അപ്പം ആരും മിണ്ടിയില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, 6 കൊല്ലായി ഇവിടെ ഓർ വന്നിട്ട്, നീ പെണ്ണിട്ടിട്ട് ഇത്ര കൊല്ലായി? 12 കൊല്ലായി, നീ എന്താ തലാക്കില്ലാത്ത? തങ്ങളുടെ ആ സംസാരം അവിടേക്ക് കെട്ടടങ്ങിയെല്ലാം ഈ നിലയ്ക്ക് രമ്യമായി വളരെയധികം നിസ്സാരമായി ഏത് പ്രശ്നമുള്ള കാര്യത്തിലും ഇടപെട്ട് നമുക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരു നേതൃത്വം, താജുൽ ഉലമയുടെ നേതൃത്വം കൂടെ അവസാനിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ കയ്യിൽ തന്ന ഒരു നിധിയായിരുന്നു സയ്യിദ് കൂറത്ത് ഫസൽ കോയമ്മത്തങ്ങൾ, ഖുറത്തു സാദാത്ത് ഫസൽ കോയമ്മത്തങ്ങൾ നമ്മുടെ കയ്യിൽ തന്ന ഒരു നിധിയായിരുന്നു. ഒരു ഗ്ലാസിന്റെ പളങ്ക് താഴെ വീണ് പൊടിയുന്നത് പോലെ ഒരിക്കലും തിരിച്ചു വരാത്തൊരു വരവും തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മൾ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ആത്മീയ നേതൃത്വം സ്വാഗതത്തിലൂടെ പറഞ്ഞു. നമ്മുടെ സ്വാഗത സാഹിത്യോത്സവത്തിൻ്റെ സ്വാഗത സംഘം കൂടിയപ്പോൾ നമുക്ക് ഹൈദറത്തുൽ ബദരിയയ്ക്ക് നേതൃത്വം നൽകാൻ തങ്ങളെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ തങ്ങൾ നമ്മളെ പെട്ടെന്ന് വിട്ടുപോയി. എങ്കിൽ തങ്ങളുടെ ആത്മാവ് നമ്മുടെ സദസ്സിലുണ്ടാകും, നമ്മുടെ സദസ്സിലുണ്ടാകും. നമുക്ക് നേതൃത്വം നൽകുന്നവരാണ്.
ഞാൻ ഉള്ളാളത്ത് പഠിക്കുമ്പോൾ മുത്തവ്വൽ ക്ലാസ്സിലിരിക്കുമ്പോൾ തങ്ങൾ 7ാം ക്ലാസ്സിലാണ് ഉള്ളത്. പക്ഷേ തങ്ങൾ ആ പദവി എടുത്തതിൻ്റെ ശേഷം തങ്ങളെ അടുത്തു പോകാൻ എനിക്ക് പേടിയാണ്. അങ്ങനെ ഉള്ള ഒരവസ്ഥയാണ് തങ്ങളത്. ആ നേതൃത്വം നമ്മൾക്ക് പോയത്, ഈ ഭൗതിക ലോകത്തിൽ പോയത് നമുക്ക് വലിയ നഷ്ടമാണ്. എങ്കിലും ഒരു ആത്മീയ നേതൃത്വം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ലഭിക്കണം. അതിനു വേണ്ടി തങ്ങൾ ഉപദേശിച്ച ചില കാര്യങ്ങളുണ്ട്, അത് നാം അനുസരിക്കണം. അവിടുത്തെ ആത്മീയത നമുക്ക് കിട്ടാൻ ഒരു സദസ്സിൽ ഇരുന്നാൽ ദുആക്കും സലാത്ത് ചെല്ലും, ഇസ്തിഗ്ഫാർ ചെല്ലും, ദുആ തുടങ്ങും. അത് പ്രസംഗമാകും, വലിയ ഉപദേശമാകും, കുറെ നിർദ്ദേശങ്ങളുണ്ടാകും. അതിൻ്റെ ഇടയിൽ ഒരുപാട് നമുക്ക് പഠിക്കാൻ, എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ, ഇപ്പൊ തങ്ങൾ പ്രാർത്ഥിച്ച ദുആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് പലതും പഠിക്കാൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അല്ലാഹുവേ, അവരോടൊപ്പം ഞങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. നമ്മുടെ താജുൽ ഉലമ, നമ്മുടെ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഉസ്താദ്, നമ്മുടെ ബേക്കൽ ഇബ്രാഹിം ഉസ്താദ്, അലിക്കുഞ്ഞ് ഉസ്താദ്, നമ്മുടെ ഖുറത്തു സാദാത്ത് തങ്ങൾ, അവരോടൊപ്പം എല്ലാം സ്വർഗത്തിൽ അണിചേരാൻ നാം അവരെ അവലംബിച്ച് അവരുടെ പിന്നിൽ അണിനിരന്നവരാണ്. ഈ പ്രസ്ഥാന കുടുംബത്തിലെ സർവരും അക്ഷരാർത്ഥത്തിൽ അവർ അണിനിരന്നവരാണ്. നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. നാം ഇവിടെ പരാജയപ്പെട്ടു പോകാത്തതുപോലെ നാളെ ആഖിറത്തിലും അള്ളാഹു നമ്മളെ വിജയിപ്പിച്ച് തരുമാറാകട്ടെ. അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. ഒരുപാട് സാഹിത്യ ഉത്സവത്തിന് വേണ്ടി കുറേ ദിവസങ്ങളായി അധ്വാനിക്കുന്ന, ഇന്നലെ ഞാൻ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ അവിടെ മീറ്റിങ്ങിലുണ്ട്. രാത്രിയും പകലും അടിച്ചു വരുന്ന ഈ മയക്ക് ഒരു കാറുമില്ലാതെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തി വരുന്നു. സയ്യിദ് മൊഴീനു തങ്ങൾ, തോക്ക സഖാഫി, പലരുടെ നേതൃത്വം അള്ളാഹു എല്ലാം കബൂലാക്കി തരുമാറാകട്ടെ. നമ്മുടെ 2 ദിവസത്തിൽ നടക്കുന്ന സാഹിത്യോത്സവം നാം വിചാരിച്ചതിൽ ഉപരി സന്തോഷത്തിനും വിജയത്തിനും അള്ളാഹു തആല ആക്കി തീർക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു നിർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പരിശുദ്ധ വാക്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.